മനുവിനോടും ശിവനോടും കമല ചോദിക്കാണ്, അല്ല അടുത്ത ആഴ്ചയല്ലേ ഹിയറിംഗ് പറഞ്ഞിരിക്കുന്നത്, ഇനിയിപ്പോ എന്തെങ്കിലും രക്ഷയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മനു പറയാണ്, ഒരു രക്ഷയില്ല. ആ ശരണയ മൊഴി മാറ്റി പറഞ്ഞത് രോഹിയുടെ കാര്യത്തിൽ മാത്ര, കാരണം അവൻ നിരപരാധിയാ. പക്ഷെ അമ്മയുടെ മോനാണ് ഈ കേസിലെ ഒന്നാം പ്രതി. അതുകൊണ്ട് തന്നെ ആ കുട്ടി മൊഴിമാറ്റി പറയുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? തന്നെ ഉപദ്രവിച്ച് പിച്ചു ചീന്തിയ 3 പേരിലെ ഏറ്റവും മുഖ്യൻ അമ്മയുടെ മകനാ. അതുകൊണ്ട് തന്നെ അവനെ എങ്ങനെ പുറത്തിറക്കാനാ എന്ന് അമ്മ കരുതുന്നേ എന്ന് ചോദിക്കാണ്. എടാ, നീ അറിഞ്ഞിരുന്നോ ആ ശരണ്യ നെടുമ്പുരയ്ക്കൽ വന്നിരുന്ന കാര്യമൊക്കെ? അവിടെ വന്ന് ഊണും കഴിച്ചിട്ടാ അവള് പോയത്. അത് മാത്രമല്ല, ബാലേന്ദ്രനെ അവളുടെ പഠനത്തിനുള്ള എല്ലാ പൈസയും കൊടുക്കാമെന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് അവരുടെ നല്ല മനസ്സ്. വന്ന് അനിയനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവരെ കാണാൻ വന്നതാ, ഞാൻ അറിഞ്ഞിരുന്നു. ആ കുട്ടി വന്ന് അലീനയും കണ്ട് പോകാൻ നേരം എല്ലാവരും കൂടെ നിർബന്ധിച്ച ആഹാരം കഴിപ്പിച്ചത്. ബാലനങ്ങൾ വന്നിട്ട് ആ കുട്ടിയോട് ക്ഷമ പറഞ്ഞു. അങ്ങനെയാണ് ആ കുട്ടിക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാന്ന് ബാലനങ്ങൾ പറഞ്ഞതും. അതാ ഞാൻ പറഞ്ഞത്, അവർക്ക് നട്ടലുണ്ട്. അത് മാത്രമല്ല, അലീനയെ വെച്ച് അയാളെല്ലാം നേടിയെടുത്തത് കണ്ടോ? ഇവിടെ 2 ഉണ്ട്, 2 പൊട്ടന്മാര് എന്ന് പറയുമ്പം ശിവൻ ചോദിക്കാണ്, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നത്? ഞങ്ങൾ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞു. അവൻ്റെ കേസ് സ്ട്രോങ്ങാ. രോഹിത് അവളെ ഉപദ്രവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പയ്യന് അവൻ ഒഴിവായി പോകാം. പക്ഷെ ഹരിയുടെ കാര്യം അങ്ങനല്ല. നിനക്കറിയോ, ഈ സംഭവം എല്ലാം ഹരിയുടെ ഫോണിൽ അവന്മാർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റെക്കോർഡ് പോലീസിന്റെ കയ്യിലുണ്ട്. അതിനകത്ത് രോഹിത് ഇല്ല. അതുകൊണ്ട് തന്നെ ഹിയറിംഗ് വന്നാലും അവൻ രക്ഷപ്പെട്ടു പോകും. പക്ഷേ ഹരിയുടെ കാര്യം അങ്ങനല്ല. ആ പെൺകുട്ടീനെ ഇല്ലാതാക്കുന്ന ആ വീഡിയോ അവൻ തന്നെ എടുത്ത് അവൻ്റെ ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് പോലീസുകാരുടെ കയ്യിലുമുണ്ട്. കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. അതോടുകൂടി നിന്റെ മകൻ്റെ ഇരട്ട ജീവന്ത് പര്യന്തമായിരിക്കും കിട്ടാൻ പോണത് എന്ന് പറയാണ്. കമല പറഞ്ഞിട്ട്, എങ്ങനെയെങ്കിലും അവന് രക്ഷയെടുക്കണം. എനിക്കത്ര മാത്രമേ അറിയുള്ളൂ. അവർ ബാലേന്ദ്രനോട് ആ പൈസ മേടിക്കാൻ തയ്യാറായല്ലോ, നമുക്കും കുറച്ച് കാശ് ഓഫർ ചെയ്ത് നോക്കാം എന്ന് പറയുമ്പം ശിവൻ പറയാണ്, അതൊക്കെ ഞാൻ പല വഴിക്കൂടെ പറഞ്ഞു നോക്കി. പക്ഷേ അതിനവരടുക്കുന്നില്ല. പൈസ അവർക്ക് വേണ്ടെന്നാ അവർ പറഞ്ഞിരിക്കുന്നേ. അവൾക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസമുള്ള പണമൊക്കെ ബാലേന്ദ്രൻ കൊടുക്കാന്ന് ഏറിയിട്ടുണ്ട് അലീനയും. അതുകൊണ്ട് തന്നെ അവർക്കിനി കാശൊന്നും വേണ്ടെന്നാ അവർ പറയുന്നത്. കണ്ടോ, അവിടെ നമുക്ക് മുന്നേ അവരെറിഞ്ഞത് കണ്ടോ? കുറച്ചുകൂടി കാശ് കൂട്ടിക്കൊടുത്ത് ഹരിയുടെ കാര്യം കൂടി അവർക്ക് പറയാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അവരത് ചെയ്തില്ല. അവർക്കപ്പോഴും ആവശ്യം അവരുടെ മോൻ മാത്രമായിരുന്നു. നമുക്കല്ലേ തിരിച്ചടി കിട്ടിയത് എന്നൊക്കെ പറയുമ്പോൾ ഈ അമ്മയോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഹരി നിരപരാധിയൊന്നും അല്ല. ഇതേ മോഷണ കേസോ പിടിച്ചുവര കേസോ ഒന്നും അല്ല. ഒരു പെൺകുട്ടീനെ ഗ്യാങ് റേപ്പ് ചെയ്ത കേസാണ്. അതിൽ എങ്ങനെ രക്ഷപ്പെടുമെന്ന് അമ്മ പറയുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഹരി അവൻ ദേഷ്യപ്പെടുകയാണേ. അപ്പോഴേക്കും മനു പറയുന്നുണ്ട്, അമ്മയ്ക്കറിയാലോ അവിടെ അത്രയൊക്കെ പ്രശ്നമുണ്ടായപ്പോഴും അലീന ആ കുട്ടിയെ കാണാൻ പോവുകയും സ്നേഹിക്കുകയും ആ കുട്ടീനെ കൈപിടിച്ചുയർത്തുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് ആ കുട്ടിയുടെ മനസ്സ് മാറി ഇങ്ങനെ ധൈര്യത്തോട് കൂടിയിട്ട് അവിടെ പോയി പറയാൻ സാധിച്ചത്. അതുപോലെ അമ്മയ്ക്ക് പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഞാനോ ആ പെണ്ണ് വീട്ടിലേക്ക് ഞാൻ പോവാനോ? അതൊന്നും ഒരിക്കലും നടക്കില്ല. ഏതോ ഒരു കോളനിയിലെ ദരിദ്രവാസിയായൊരു പെണ്ണ്, അവളുടെ കാല് പോയി ഞാൻ പിടിക്കണോ എന്ന് ചോദിക്കുമ്പം കണ്ടോ, ഇതാ അമ്മയുടെ ആറ്റിറ്റ്യൂഡ്. പിന്നെ അമ്മ ഞങ്ങളോട് പറഞ്ഞതോ പോയി ചോദിക്കുകയെന്ന് അമ്മയ്ക്ക് പറ്റില്ല അമ്മയുടെ മോനുകൊണ്ട് ചെയ്യാൻ. പിന്നെ ഞങ്ങൾ ചെയ്യണോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ ആ പെണ്ണിനെ കുറ്റം പറയാനുള്ള എന്ത് യോഗ്യത അമ്മയ്ക്കുള്ളത്? അമ്മയുടെ മോൻ്റെ അത്ര പിഴച്ച സന്തതി ഈ ലോകത്ത് തന്നെ വേറെ ആരുമില്ല. ആ പെൺകുട്ടി ഒരു പാവമായിരുന്നു. സ്നേഹം കൊടുത്ത് അതിനെ പറ്റിച്ചതാ. സ്നേഹിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ആ പാവത്തിനെ പറ്റിച്ച് ഈ ഗതിയിലാക്കിയതേ അമ്മയുടെ മോനാ എന്ന് പറയുന്നുണ്ട്. കാശ് കൂടിപ്പോയതിൻ്റെ കുഴപ്പമാണ് അമ്മയുടെ മോനുള്ളത്. കാശില്ലെന്ന് പറഞ്ഞ് അവരെ അങ്ങനെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെ അന്തസ്സായിട്ട് ജീവിക്കുന്നവരാ, പണിയെടുത്ത് ജീവിക്കുന്നവര്. അമ്മയുടെ മോനാ തിന്നിട്ട് എല്ലിനിടെ കയറിയിട്ട് ഇമാതിരി പണിയൊക്കെ കാണിക്കുന്നത് എന്നിട്ട് പറയുന്ന കേട്ടോ. എന്നിട്ട് കമലോട് പറയുന്നുണ്ട്, അമ്മ വേണമെങ്കിൽ അമ്മയുടെ ഇരിക്കുന്ന ട്രൈ ചെയ്ത് നോക്ക്. അലീനയുടെയോ അവരുടെ വീട്ടുകാരെയൊക്കെ കാല് പിടിച്ച് നോക്ക്. അവരെ സമ്മതിക്കുകയാണെങ്കിൽ പിന്നെ വേറെ വിഷയമൊന്നും ഇല്ലല്ലോ. അതല്ല, അമ്മയ്ക്ക് അമ്മയുടെ ഭാഗമാണ് വലുത്. 6 മുമ്പിൽ തലമുനിക്കില്ല എന്നൊക്കെ ആണെങ്കിലേ അമ്മയോട് ഇഷ്ടം പോലെ ചെയ്തോ. പിന്നെ ഞങ്ങളോട് പറയാൻ വന്നേക്കല്ലേ, ഞങ്ങളതിന് സമ്മതിക്കത്തുമില്ല എന്നും പറഞ്ഞുകൊണ്ട് മനു കയറി പോവാണേ. ശിവേട്ടാ, അവൻ പറഞ്ഞത് കേട്ടോ, ഞാൻ പോയി ആ അലീനയുടെ കാല് പിടിക്കണമെന്ന്. അല്ലെങ്കിൽ ആ ശരണ്യയുടെ നടന്നത് തന്നെ.
അപ്പോൾ ശിവൻ പറയാണ്, എങ്കിൽ ഇനിയൊരു അക്ഷരം ഹരിയുടെ കാര്യം ഈ വീട്ടിൽ മിണ്ടിപ്പോയകരുത്. അടുത്ത ആഴ്ച ഹിയറിങ് വരിക. പോലീസുകാരെന്തായാലും ആ ഒരു തൊണ്ടിമുതലെല്ലാം തന്നെ കോടതിയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊന്നും അവിടെ നിൽക്കുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. നിന്റെ മോൻ തന്നെ ഷൂട്ട് ചെയ്ത വീഡിയോസാണ് അതിലുള്ളതെല്ലാം. അതുപോലെ തന്നെ പോക്സോ കേസിൽ നിന്ന് ഒഴിവായി കിട്ടിയ നിന്റെ മകന് കുറച്ച് ഇത് ഒഴിവായി കിട്ടും ശിക്ഷ. അത്ര എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശിവൻ കയറി പോകുന്നുണ്ട് കേട്ടോ. കമല എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഓർക്കുന്നുണ്ട്, ഇല്ല, ആലിനോട് എന്തായാലും ഞാൻ കാല് പിടിക്കില്ല. അതിലും ഭേദം പോയി ചാവുന്നതാ. അവളുടെ കാലങ്ങാനം പിടിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയൊരു സംഭവമാകും. എൻ്റെ അഭിമാനം പോലും നഷ്ടപ്പെടും എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കമല റെഡിയായി നിൽക്കുന്നുണ്ട്. ശിവനും മനുവും ചോദിക്കുകയാണ്, അല്ല അമ്മ എങ്ങോട്ടാ? ഞാൻ ആ ശരണയെ കാണാൻ പോവാ. അമ്മയപ്പോ തീരുമാനിച്ചോ? അതെ, ഞാൻ തീരുമാനിച്ചു. എന്നെ നീ എന്നെ കൊണ്ടുപോകണം എന്ന് പറയുമ്പം എനിക്ക് വരാൻ പറ്റില്ല. അതെന്താണോ നിനക്ക് വന്നാല്? ഞാനന്ന് ആലിനയുടെ കൂടെ പോയിരുന്നു. അന്ന് ഞാൻ ബാലങ്ങളുടെ ഒരു കസിനാണെന്നാ പറഞ്ഞത്. വേറൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാനന്ന് ചെന്നത് ഹരിയുടെ ഏട്ടനായിട്ടാണെന്ന് നിങ്ങൾ അറിഞ്ഞാലേ അത് വലിയ വിഷയമാകും. അതുകൊണ്ട് അച്ഛനെയും കുട്ടിയും പോകണ്ട, ഡ്രൈവറെ കൂട്ടി വിടാം എന്ന് പറയുമ്പോൾ നിങ്ങളാളെ കൊള്ളാലോ. അവിടെ വച്ച് അവരാരെങ്കിലും എന്നെ ഉപദ്രവിച്ചാലോ എന്ന് ചോദിക്കുമ്പം അങ്ങനൊന്നും ആരും ഉപദ്രവിക്കത്തൊന്നുമില്ല. ഇപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കുറേയൊക്കെ കെട്ടടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പേടിക്കണ്ട. ഞാനും അലീനൊക്കെ പിന്നെ പോയതല്ലേ, ബാലങ്ങളും പോയായിരുന്നല്ലോ. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. അമ്മ ധൈര്യമായിട്ടങ്ങ് പോയാൽ മതി. ഡ്രൈവറോട് ഞാനെല്ലാം വിളിച്ച് ഏൽപ്പിച്ചേക്കാം. അത് മാത്രമല്ല, ഞാൻ പിന്നാലെ തന്നെയുണ്ട്. അമ്മയ്ക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാൻ ഞാൻ സമ്മതിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ആ കോളനിയുടെ പുറത്ത് വെയിറ്റ് ചെയ്തോളാം. അമ്മ പോയിട്ട് വന്നാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശിവൻ മനുവോട് പറയാണ്, എടാ സൂക്ഷിക്കണം. അവിടെ നാട്ടുകാരൊക്കെ എന്ത് ചെയ്യാൻ റെഡിയോട് നിൽക്കുന്നവരായിരിക്കും. അതുകൊണ്ട് നീ ഒന്ന് ശ്രദ്ധിച്ചോണേ എന്ന് പറയുമ്പം ഞാൻ നോക്കിക്കൊള്ളാച്ചാ, അച്ഛൻ ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനു പിന്നാലെയും കമലും മുന്നിലുമായിട്ട് പോകണുണ്ട്. മനു ആണെങ്കിൽ പുറത്ത് കോളനിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കോളനിയുടെ പുറത്ത് ഈ സമയത്ത് അവിടെ വണ്ടി ഒതുക്കിയിട്ട് ആർക്ക് സംശയം തോന്നാത്ത രീതിയിൽ കരക്കൊക്കെ കുടിച്ച് നിൽക്കായിരിക്കും. ഈ സമയം കമലയാണെങ്കിൽ അകത്തേക്ക് വേറെ വണ്ടിയിൽ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട് കേട്ടോ. മാസ്ക് ഒക്കെ വെച്ചുകൊണ്ടാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ നേരെ ശരണയുടെ വീട്ടിലേക്ക് കയറി ചെല്ലാണ്. അയലക്കത്തുള്ള 2 സ്ത്രീകൾ ഇതാരാടിയാ കയറിപ്പോകുന്നത്? ഏതോ ഒരു കാശുകാരിയാണെന്ന് തോന്നല്ലോ. ഇനി ഏതെങ്കിലും പ്രതികളുടെ അമ്മ വല്ല ആയിരിക്കോ എന്ന് പറയുമ്പം ആർക്കറിയാം. ഇപ്പം എന്തായാലും അവർ ഒരു കാര്യം പുറത്ത് പറയുന്നില്ലല്ലോ. ആ അലീന പറയുന്നതല്ലേ അവർക്ക് വേദവാക്യം. സമുദായക്കാരും പാർട്ടിക്കാരെല്ലാം അവർ വെറുപ്പിച്ചിട്ടിരിക്കുകയല്ലേ. ഇനിയിപ്പോൾ ഇവർ വല്ല കാശ് കൊണ്ടുവരാൻ വന്നതായിരിക്കും. മേടിച്ചു വെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ അസൂയോടുകൂടി സംസാരിക്കുകയാണ്. കമല അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ബെല്ലടിക്കുകയാണ്. അപ്പോഴേക്കും ഇവർ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആരാ മനസ്സിലായില്ല എന്ന് പറയുമ്പം ഞാനൊന്ന് അകത്തേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കാൻ കേട്ടോ. കയറി വായെന്ന് പ്രഭാകരൻ പറയുന്നുണ്ട്. അകത്തേക്ക് കയറിയിരിക്കുമ്പം അവിടെ ഗോപനും അതുപോലെ തന്നെ പ്രഭാകരനും ഭാര്യയും ഉണ്ട് കേട്ടോ. ശരണ അകത്ത് മുറിയിലിരുന്ന് ഓരോന്നും പടം വരയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആരാ മനസ്സിലായില്ലല്ലോ എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞു കേട്ട് നിങ്ങളാരും ദേഷ്യപ്പെടരുത്. നിങ്ങളും ഒരമ്മയല്ലേ, നിങ്ങൾക്ക് 2 ആമക്കളും ഒരു പെൺകുട്ടിയൊക്കെ ഇല്ലേ? അതുപോലെ തന്നെ എനിക്കുമുണ്ട് 2 ആമക്കളും ഒരു പെൺകുട്ടിയും എന്ന് പറയാണ്. അത് മനസ്സിലായി. നിങ്ങൾ എന്താ കാര്യം എന്ന് വെച്ചാൽ പറ. നിങ്ങൾ എവിടുന്നാ വരുന്നേ, ആരാന്ന് ചോദിക്കുമ്പം അത് പിന്നെ ഞാൻ കൊല്ലപ്പള്ളിയിൽ നിന്ന് വരുവാണ് എന്ന് പറയുമ്പോഴേക്കും കൊല്ലപ്പള്ളിയോ എന്നവർ ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ ആ ഹരിയുടെ അമ്മയാണ് എന്ന് പറയുമ്പോഴേക്കും ഇവർ 3 പേരും ഞെട്ടി നിൽക്കുകയാണേ. ഗോപനപ്പിള്ളേക്കും വന്നിട്ട് എഴുന്നേക്ക് പെണ്ണുമ്പിള്ളേ എന്ന് പറയുമ്പോഴേക്കും പ്രഭാകരൻ മോനെ നിൽക്ക് എന്ന് പറയുന്നുണ്ട്. ഇവരെ വീട്ടിൽ കയറ്റി ഇരുത്താനാണോ അച്ഛനമ്മയുടെ അടുത്ത പ്ലാന്? ഇവരുടെ മകൻ കാരണമല്ലേ ഇവക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവനല്ലേ അവളെ സ്നേഹിക്കുന്നവരെ അഭിനയിച്ച് കൊണ്ട് കൂട്ടുകാർക്ക് കൊടുത്ത് ഈ രീതിക്കൊക്കെ ആക്കിയത്. എന്നിട്ട് ഇവരെ വിളിച്ച് സൽക്കരിക്കാനാണോ അമ്മയുടെ അച്ഛന് ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ്. ഗോപ, നീ എന്ന് പതിയെ പറ.
അവർ വന്ന കാര്യം എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാമല്ലോ. ഒന്നും കേൾക്കാനില്ല, നാട്ടുകാരെ മൊത്തം ഞാൻ വിളിച്ചു കൂട്ടാം. ശരിക്കും ഈ തള്ളേനെയാ പെട്രോൾ വെച്ച് കത്തിക്കേണ്ടത്, അല്ലാതെ ആ അലീനേനെ അല്ല. ഇവളെ എല്ലാത്തിനും കാരണക്കാരി. ഇവളല്ലേ ആ മോനെ അങ്ങനെ പിഴപ്പിച്ച് വളർത്തി വിട്ടത്. അപ്പൊ പിന്നെ ഇവള് തന്നെയാ അതിനുള്ള യോഗ്യതയുള്ളവള് എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകാൻ പോകുമ്പോൾ പ്രഭാകരൻ പോയി കയ്യെ പിടിക്കുന്നുണ്ട്. നീ ഇവിടെ വന്നെന്ന് അടങ്ങിയിരുന്നേ, അവരെന്ത് കാര്യം പറയാൻ വന്നെന്ന് നമുക്കൊന്ന് കേൾക്കാമല്ലോ എന്ന് പറയാണ്. ശരണ്യെന്ന് അച്ഛൻ വിളിക്കുന്നുണ്ട്. ശരണ്യ പുറത്തേക്ക് ഇറങ്ങി വരികയാണേ. എന്താ അച്ഛാ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും കമല എഴുന്നേറ്റ് നിന്നിട്ട് ശരണ്യ പറയുന്നുണ്ട്, ഞാൻ ഹരിയുടെ അമ്മയാണ് എന്ന് പറയുമ്പം ശരണ്യക്ക് അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവൻ പറയാണ്, ഗോപൻ പറയുന്നുണ്ട്, അതെ ഹരിയുടെ അമ്മ, അത് പറയാനെങ്കിലും നിങ്ങൾക്ക് എളുപ്പമുണ്ടോ? അവനെപ്പോലൊരു സന്തതിനെ പെറ്റുവെച്ചിട്ട് അവൻ്റെ അമ്മയാണെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന് പറയാണ്. അപ്പോഴേക്കും കമല വന്നിട്ട് പറയുന്നുണ്ട്, മോളെ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. മോക്കറിയാലോ അവൻ്റെ അച്ഛൻ ഗൾഫിലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാ അവനെ വളർത്തിയത്. അവൻ്റെ ഏട്ടനാണെങ്കിലോ എറണാകുളത്ത് ജോലി ചെയ്യാ, അനിയത്തിയാണെങ്കിലോ പഠിക്കാൻ ഹോസ്റ്റലിൽ നിൽക്കുക. പിന്നെ അവൻ മാത്രമുള്ളവന് വീട്ടിൽ എപ്പോഴും പുറത്തേക്കൊക്കെ ഫ്രണ്ട്സിനോടൊക്കെ പോകും. പിന്നെ മുറി അടച്ചിട്ട് ഒരേ ഇരിപ്പാ. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നോ പുറത്തും എന്താ നടക്കുന്നതെന്നോ എനിക്കറിയാനൊക്കെ ഒന്നും ഞാൻ അറിഞ്ഞില്ല. മോളെപ്പോലൊരു നിഷ്കളങ്കമായൊരു പെൺകുട്ടിനെ സ്നേഹിച്ചെന്ന് പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ വിവാഹം നടത്തി കൊടുത്തേനെ. പക്ഷെ എന്ത് ചെയ്യാനാ, അവൻ ഇങ്ങനെ ഒരു പൊട്ടത്തരം കാണിക്കുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ? അവനല്ല മോളെ, അവൻ്റെ കൂടെയുള്ള കൂട്ടുകാരെല്ലാം കൂടിയാ അവനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത്. അവന് ഒരു പാവമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ഗോപൻ, അതെ പാവം, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പാവം അവൻ, നിങ്ങളെ മിണ്ടിപ്പോവരുത് എന്ന് പറയാൻ കേട്ടോ. കമലയുടെ മനസ്സിൽ അവനുള്ള ദേഷ്യം ഇറച്ചി പൊങ്ങി വരികയാണെങ്കിലും കാര്യം നടക്കണമല്ലോ, അതുകൊണ്ട് തന്നെ സൗമ്യമായിട്ട് ശരണ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് സത്യ, എൻ്റെ മോനൊരു പാവമായിരുന്നു. പിന്നെ ഇവൻ എങ്ങനെയൊക്കെ ചെയ്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മോളെ. അവനെ ഒരു പഞ്ചപാവമായിരുന്നു. ആ രോഹിത് ഉണ്ടല്ലോ, അവനാ ഇതിനെല്ലാം കാരണക്കാരൻ എന്ന് പറയുമ്പോഴേക്കും ശരണ പറയുന്നുണ്ട്, മതി നിങ്ങൾ പറഞ്ഞു പോകുന്നത് എങ്ങോട്ടാന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഹരി അങ്ങനെ നിങ്ങൾ വെള്ളപൂശാണെന്ന് ശ്രമിക്കണ്ട. കഴിഞ്ഞ 1.5 വർഷത്തോളമായിട്ട് അവനെ ഞാൻ കാണുന്നതാ. അവനെ പല സമയത്തും എന്നെ കൊണ്ട് കറങ്ങാൻ പോയിട്ടുണ്ട്. അതിനിടയിൽ വേറെ കുറെ പെൺകുട്ടികളും അവൻ്റെ കൂടെ പോയിട്ടുണ്ടെന്ന് ഞാൻ എൻ്റെ കൂട്ടുകാർ പറഞ്ഞ് അറിഞ്ഞതാ. പക്ഷേ അപ്പോഴൊന്നും ഞാൻ വിശ്വസിച്ചില്ല. പലപ്പോഴും എന്നെ പല റിസോർട്ടിലേക്കും കൊണ്ടുപോയിട്ട് പലതിനും നിർബന്ധിച്ചിട്ടുണ്ട്. അന്നൊന്നും ഞാനതിനെ സമ്മതിച്ചില്ല. അതിൻ്റെ പ്രതികാരം കൂടി തീർത്താ നിങ്ങളുടെ മകനെ ഈ സ്വഭാവം മാത്രമല്ല, അവൻ കള്ളു കുടിക്കുകയും അതുപോലെ തന്നെ ഡ്രഗ്സ് ഉപയോഗിക്കുകയും ബാക്കി എല്ലാ പരിപാടിയും ഉണ്ട് അവൻ്റെ കയ്യിൽ. പാവം പിടിച്ച മോൻ പോലും രോഹിതാവല്ലേ അവനെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. നിങ്ങൾക്ക് പറയാൻ നാണമുണ്ടോ? അന്ന് ആ വീട്ടിൽ വെച്ചെന്നാ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയോ? രോഹിത് ഇറങ്ങി ഓടാൻ പോയപ്പോൾ അവനെ പിടിച്ച് ബാത്റൂമിൽ പൂട്ടിയിടുകയും അവനെ അടിക്കുകയും അവൻ്റെ ഫോൺ മേടിച്ചൊക്കെ ചെയ്തതേ ഈ പറഞ്ഞ ഹരിയ. എന്നെ കൊണ്ടുവന്ന വഴിക്ക് എന്തൊക്കെ കള്ളത്തരം നിങ്ങളുടെ മോൻ പറഞ്ഞെന്നറിയോ? അത് മാത്രമല്ല, മയക്കുമരുന്ന് എനിക്ക് നൽകിയതും ഹരി തന്നെയാ. അവിടെ കൊണ്ടുപോയി കൂട്ടുകാർക്ക് കൊടുത്തതും അവൻ തന്നെയാ. പിന്നെ അവനെ കൂടുതൽ നിങ്ങൾ വെള്ളപൂശാണെന്ന് ശ്രമിക്കണ്ട എന്ന് പറഞ്ഞ് ശരണ്യ ശരിക്കും വർത്താനം പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, അവനെ പോലെ ഒരു പിഴച്ചവനെ പ്രസവിച്ചിട്ട് എൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പറയാനായിട്ട് നിങ്ങൾക്ക് നാണമില്ലേ? അവൻ പാവമാണ് പോലും, കൂട്ടുകാരാണ് അവനെ പിഴപ്പിച്ചത് പോലും. അവനെ കൂട്ടുകാരല്ല, അവനാണ് കൂട്ടുകാരെല്ലാം പഠിപ്പിച്ചത്. ആ രോഹിത്തേട്ടൻ പാവവാ, എനിക്കറിയാം. ഞാൻ സംസാരിച്ചിട്ടുമുണ്ട്. എനിക്ക് അവർ കാര്യങ്ങളെല്ലാം അറിയുകയും ചെയ്യാം. അല്ല ചേച്ചി പറഞ്ഞ് അവർ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. രോഹിയേട്ടൻ ഒരു പഞ്ചപാവവാ. അയാളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത് പോലും ഈ പറഞ്ഞ ഹരിയ, നിങ്ങളുടെ മകൻ എന്ന് പറയുന്നു കേട്ടോ. കമലയ്ക്കാണെങ്കിലോ രക്ഷയില്ലെന്ന് മനസ്സിലായി കേട്ടോ. എങ്കിലും മോളെ, ഞാനിപ്പോൾ വന്നത് വേറെ ഒന്നിനുമല്ല. മോള് പറഞ്ഞല്ലോ പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോയി, മോളൊന്നും സമ്മതിച്ചിട്ടില്ലെന്ന്. മോക്കിപ്പോൾ 18 വയസ്സ് തികഞ്ഞില്ലേ? പോലീസുകാരാണെങ്കിൽ പോക്സോ വകുപ്പ് ചുമത്തിയാ ഹരിയെ അകത്താക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന് കടുത്ത ശിക്ഷ കിട്ടും. പക്ഷേ 18 വയസ്സിന് മുന്നേ മോളെ അവൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അതുമാത്രം കോടതിയിൽ മോളൊന്ന് തുറന്നു പറയുമോ? പറഞ്ഞാൽ അവൻ്റെ ശിക്ഷയിൽ കുറച്ച് ഇളവ് കിട്ടും. ഒരമ്മയുടെ അഭ്യർത്ഥനയായിട്ട് കരുതണം എന്നൊക്കെ പറയുമ്പോൾ ഷർണെ പറയാണ്, അവന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടണം. തൂക്കുകയാണെങ്കിലേ അത്രയും നല്ലത്. അതിനിടെ പോക്സോ കേസിൽ ഉൾപ്പെടുത്തട്ടെന്ന് പോലീസ് ചോദിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചത്. എന്നെ സ്നേഹിച്ച് എന്നെ വിശ്വസിപ്പിച്ച് എന്നെ ചതിച്ചു കൊണ്ടുപോയിട്ട് ഇതുപോലൊരു ക്രൂരത ചെയ്ത് എൻ്റെ ജീവിതം നശിപ്പിച്ചതേ അവൻ ഒറ്റ ഒരുത്തനാ. അതുകൊണ്ട് അവനെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പം ഗോപൻ പറയുന്നുണ്ട്,
ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ സ്ത്രീ കയറി വന്നപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യം പറഞ്ഞായിരിക്കുമെന്ന്. ഒരിക്കലും നടക്കാൻ പോണില്ല. പോക്സോ കേസിലെ പ്രതി അവൻ. അതുകൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ. അവന് മാക്സിമം ശിക്ഷ കിട്ടണം. അതുവരേക്കും ഞങ്ങൾ പോരാടും എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും പ്രഭാകരൻ്റെ വൈഫിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവളുടെ കയ്യിൽ പിടിച്ചിട്ട് കമല പറയാണ്, നിങ്ങളും ഒരമ്മയല്ലേ, നിങ്ങൾക്ക് 2 മക്കളുണ്ടല്ലോ, അവന്മാരും ഇതുപോലെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനൊക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പറഞ്ഞ പയ്യൻ പോലും നാളെ ഡ്രഗ്സ് ഉപയോഗിക്കുകയോ മദ്യപിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കയറി വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവും? അവനെ ഒന്ന് അടിക്കാനോ ശിക്ഷിക്കാനോ അവനെ ഒന്ന് ഉപദേശിക്കാനോ അല്ലാതെ വേറെ എന്തെങ്കിലും പറ്റുമോ? അതുപോലെയൊക്കെ ഞാനും കുറെ ചെയ്തിട്ടുണ്ട്. അവൻ മോശപ്പെട്ട വഴിയുടെ പോകണമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവനെ അടിക്കുകയും ശകാരിക്കുകയും അവനെ ഉപദേശിക്കുകയും ഒക്കെ ചെയ്തതാ. പക്ഷെ അവരൊന്നും അംഗീകരിച്ചില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാവും? എനിക്കും ഒരു പെൺകുട്ടിയുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ നിങ്ങൾക്ക് കുട്ടിക്ക് സംഭവിച്ചെല്ലാം എനിക്കറിയാം. അറിയാതെയൊന്നുമല്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ഒന്ന് കേൾക്കണം. നിങ്ങളും ഒരമ്മയല്ലേ. ഇതിനെപ്പോലെ തന്നെയാ എൻ്റെ ഹരിമോനും എനിക്ക്. അതുകൊണ്ട് ദയവ് ചെയ്ത് പോക്സോ കേസ് മാത്രം ഒന്ന് ഒഴിവാക്കി തരണം. എത്ര ലക്ഷം വേണമെങ്കിലും ഞാൻ തരാം. 25ഓ 50ഓ എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി. എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ തരും. പോക്സോ കേസിൽ നിന്ന് മാത്രം ഒന്ന് ഒഴിവാക്കി തരണം എന്ന് പറയാണ്. അപ്പോഴേക്കും ശരണെ പറയുന്നുണ്ട്, ഇല്ല, അത് നടക്കില്ല. അവനാ എൻ്റെ ജീവിതം തകർത്തത്, എൻ്റെ സ്വപ്നങ്ങൾ തകർത്തത് അവനാ. എല്ലാവരുടെ മുമ്പിൽ ഒരു നാണം കെട്ട് അതിജീവിതയെ പോലെ ജീവിക്കേണ്ടി വന്നതും അവൻ ഒറ്റയൊരുത്തൻ കാരണ. അങ്ങനെയുള്ളപ്പോൾ അവനെ ഞാൻ വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവന് മാക്സിമം ശിക്ഷ കിട്ടണം. അതല്ല അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ഇറങ്ങിയാലേ അവനെ ഞാൻ തന്നെ കൊല്ലും. എന്നെ വിശ്വസിച്ച് ചതിച്ച ചതിയനവൻ. അവൻ അങ്ങനെ സൂക്ഷിച്ച് ജീവിക്കണ്ട എന്ന് പറയുമ്പം കമല വന്നിട്ട് ശരണയുടെ കൈകൂപ്പി പറയാണ്, മോളെ പ്ലീസ്, ഞാൻ പറഞ്ഞത് ഒന്ന് കേക്ക്. മോളുടെ അമ്മയാണെന്ന് കരുതിയാൽ മതി. ഈ ഒരു ശിക്ഷയെന്ന് മാത്രം ഇളവ് കൊടുത്താൽ മതി. അല്ലാതെ വേറെ ഒന്നും ചെയ്യണ്ട. അവൻ തെറ്റുകാരനാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഈ പോക്സോയിൽ നിന്ന് മാത്രം അവനൊന്ന് ഒഴിവാക്കി തരുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. കമല എന്നിട്ട് കരഞ്ഞുകൊണ്ട് അഭിനയിച്ചുകൊണ്ട് പറയാണ്, എങ്ങനെയെങ്കിലും എൻ്റെ മോനെന്ന് രക്ഷപ്പെടുത്തണം. നിങ്ങൾ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. എത്ര ലക്ഷം വേണമെങ്കിലും ഞങ്ങൾ തരാം എന്ന് പറയുമ്പം ഷർണ പറയാണ്, ഞങ്ങൾ നാലേക്കട്ടെ എന്നിട്ട് അറിയിക്കാം നിങ്ങളുടെ മോൻ്റെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന്. തൽക്കാലം ഇവിടെ പോയിക്കോ. നിങ്ങളെപ്പോലൊരു സ്ത്രീയോട് സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ കമല അവിടുന്ന് ഇറങ്ങാണ്. ഗോപം പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രതീക്ഷയൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. കാശര വന്നിരിക്കുന്നു, നാണം കെട്ടവര്. ഇപ്പോൾ ഒന്ന് ഞാൻ ഒച്ച വെച്ചാലേ ഈ നാട്ടുകാരെല്ലാം കൂടി നിങ്ങൾ കത്തിക്കും എന്ന് പറയാൻ കേട്ടോ. തിരിഞ്ഞു പോലും നോക്കാതെ കമല വണ്ടി കയറുന്നു കേട്ടോ. എന്നിട്ട് വണ്ടി എന്നിട്ട് പറയാണ്, എന്തെല്ലാം കേൾക്കണം. ഇതുപോലുള്ള അലവലാദികളുടെ വായിന്നൊക്കെ ഞാൻ കേൾക്കേണ്ട കാര്യമുണ്ടോ? നാശങ്ങൾ, എന്തൊരു ഡിമാൻഡ് അവളുമാർക്ക് എന്നൊക്കെ പറയാണ്. അങ്ങനെ വണ്ടി എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനുവിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. മനു ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി അമ്മയെന്ന് ചോദിക്കുമ്പം, വണ്ടി എടുക്കടാ, വീട്ടിൽ പോയിട്ട് പറയാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. കമല അവിടെ കാണിച്ചതെല്ലാം വെറും അഭിനയം മാത്രമായിരുന്നു. അങ്ങനെ കൊല്ലപ്പള്ളിയിലേക്ക് അവർ ചെല്ലുന്നുണ്ട്. ശിവൻ ഇവനെയും കാത്തിരിക്കുകയായിരിക്കും. അങ്ങോട്ടേക്ക് വന്ന് കയറുണ്ടേ ശിവൻ ചോദിക്കുകയാണ്, കണ്ടോ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പം ഹമ്പിനി വില്ലിനും അതങ്ങ് അടുക്കുന്നില്ല. കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. എൻ്റെ മകനെ തൂക്കയറാ കിട്ടുന്നെങ്കിൽ അത്ര വരെ മേടിച്ചെടുക്കുന്ന പറയുന്നത്. പൈസയൊക്കെ ഞാൻ പറഞ്ഞു ലക്ഷങ്ങൾ തരാമെന്ന്. എവിടെ കേൾക്കാനാ അലവലാദികൾ. എന്നിട്ട് അവിടെ ഒരുത്തനുണ്ട്, അവനെന്നെ കത്തിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമല ദേഷ്യപ്പെടാണ്. അപ്പം പോയിട്ടും ഒരു പ്രയോജനം കണ്ടില്ലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയുമ്പം ശിവൻ പറയാണ്, ഞങ്ങൾ അപ്പോഴേ പറഞ്ഞില്ലേ ഇതുപോലെ തന്നെയാ ഞങ്ങളുടെ അവസ്ഥ. പലരുടെ മുമ്പിൽ ഞങ്ങളെ കൈയും കാലും കൂപ്പിയൊക്കെ ചെന്ന് നോക്കി, കാലൊരു പിടിച്ചു നോക്കിയതാ. പക്ഷെ ഒരു രക്ഷയില്ല. അവൻ്റെ കയ്യിൽ സ്ട്രോങ് എവിഡൻസ് ആയിട്ട് ആ ഫോണുണ്ട്. അത് മാത്രമല്ല ആ കുട്ടിയുടെ മെഡിക്കൽ ചെക്കപ്പിന് റിസൾട്ട് എല്ലാം തന്നെ അവരുടെ കയ്യിലുണ്ട്. അതിലെല്ലാം 1-ാം പ്രതി ഹരിയാ. പിന്നെ എങ്ങനെയാ അവന് ജാമ്യം കിട്ടുക? അതുപോലെ തന്നെ അവൻ കേസിൽ നിന്ന് മുക്തനാവുക? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കാം കേട്ടോ. ഇതേ സമയത്ത് തന്നെ ഷർണയുടെ അച്ഛൻ ഇവരുടെ ആലോചിച്ച് തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഗോപം പറയാണ്, ഒരു കാരണവശാലും അവനെ പുറത്തിറങ്ങാൻ സമ്മതിക്കരുത്, അവനെ പോക്സോ കേസിൽ പെടുത്തണം എന്ന് പറയുമ്പോൾ
ഷർണ ചോദിക്കുകയാണ്, അവനതിന് മുമ്പേനെ ഉപദ്രവിച്ചിട്ടില്ല, പിന്നെ അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതാ ഇവളുടെ കുഴപ്പം, എല്ലാവരുടെ മനസാക്ഷി തോന്നി എല്ലാവരെയും അങ്ങ് രക്ഷവിട്, 4 പേരും പുറത്തിറങ്ങി നടക്കട്ടെ, നിനക്ക് സമാധാനമാവുമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രഭാകരൻ പറയാണ്, ഇവള് പറഞ്ഞതിനും കാര്യമുണ്ട്, പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തേക്കാണ്, പക്ഷേ ഇതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടില്ല, അത് ശരിക്കും 2 വിരട്ടിയാൽ ഇവള് തന്നെ കോടെന്ന് പറഞ്ഞു പോകും. അത് മാത്രമല്ല അതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്ന ഡോക്ടർമാർക്ക് മനസ്സിലാകും. അതെല്ലാം നമ്മൾ മറച്ചു വെച്ചുകൊണ്ട് പോക്സോ കേസ് ഉണ്ട് എന്ന് പറഞ്ഞുണ്ടല്ലോ, ആ സമയത്ത് ബാക്കി കേസൊരു കള്ളമാണെന്നേ കോടതിയിൽ തെളിയുള്ളൂ. ബാക്കി പറഞ്ഞ കാര്യങ്ങളും കള്ളമാണെന്ന് കോടതി വിശ്വസിപ്പിക്കാൻ അവരുടെ വക്കീലൊക്കെ ശ്രമിക്കും. അതുകൊണ്ട് പോക്സോ വകുപ്പ് ഇല്ലെന്ന് തന്നെ പറയുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിലേ നമ്മൾ തന്നെ പെട്ടുപോകും എന്ന് പറയുമ്പം ഗോപനൊന്നും മിണ്ടുന്നില്ല. ഷർണ പറയാണ്, അത് ശരിയാ, അതിനു മുമ്പേ അവൻ എന്നെ ഉപദ്രവിച്ചിട്ടില്ലല്ലോ. അതിന് പോലീസുകാർ ദേഷ്യപ്പെട്ട് ചോദിച്ചാൽ ആരത് പറഞ്ഞു പോയാൽ അതുമായി. അത് മാത്രമല്ല അതിന് തെളിവുകൾ എന്തെങ്കിലും കാണിക്കാൻ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ തെളിവുകളും ഇല്ല. അതോടുകൂടി നമ്മൾ കള്ളത്തരം പറയാണെന്ന് കോടതിക്ക് മനസ്സിലായാലേ അത് നമ്മുടെ ഭാഗത്തെ ന്യായത്തിനെ ബാധിക്കും എന്ന് ഷർണ പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാം കൂടി ആലോചിച്ചാണ് പ്രഭാകരൻ മനുവിനെ വിളിക്കുന്നത് കേട്ടോ. മനു വിളിച്ചിട്ട് ഞാൻ പ്രഭാകരനാണ്, ഷർണയുടെ അച്ഛനാണെന്ന് പറയുമ്പം മനസ്സിലായി. എന്താ സാറെന്ന് ചോദിക്കുകയാണ്. അത് വേറൊന്നുമല്ല, നിങ്ങളുടെ അമ്മ ഇവിടെ വന്നിരുന്നു, പോക്സോ കേസിൽ നിന്ന് മോനെ ഊരാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഹാർഷായിട്ടാണ് പെരുമാറിയത്. ഞങ്ങളുടെ മനസ്സിലെ ദേഷ്യം ഞങ്ങൾ അങ്ങനെയെങ്കിലും തീർക്കണ്ടേ, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മോശമായിട്ടാണ് പെരുമാറിയത്. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പോക്സോ കേസിൽ എന്തായാലും ഹരിയെ ഞങ്ങൾ ഉൾപ്പെടുത്തില്ല, അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളത് കോടതിയിൽ പറഞ്ഞോളാം, ഇന്ന് ആ അമ്മയോടൊന്ന് പറഞ്ഞേക്ക് എന്ന് പറയാണ്. ഞങ്ങൾക്ക് മക്കളുണ്ടല്ലോ, അതുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞേക്ക്. പിന്നെ അവർ ഓഫർ ചെയ്ത കാശൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ആ കാശുണ്ടെങ്കിൽ കുറേ പാവപ്പെട്ടവരെ സഹായിക്കാൻ നോക്കാൻ പറ. അങ്ങനെയെങ്കിലും അവരുടെ മോൻ ചെയ്ത പ്രവൃത്തികളൊക്കെ ആ ഒരു പ്രവൃത്തിയുടെയൊക്കെ ദോഷം ഒന്ന് മാറി കിട്ടട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ കട്ടാക്കാണ് കേട്ടോ. ആരാടാ വിളിച്ചത്, എന്താണെന്ന് ശിവനും കമലയും ചോദിക്കുമ്പം ആ ഷർണയുടെ അച്ഛനാണെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അവരപ്പളേ കാശിനെ വിളിക്കുമെന്ന്. ഇപ്പം എങ്ങനെയുണ്ട് അമ്മ ചിന്തിക്കുന്നവരൊന്നും എല്ലാവരും. അവർ പറഞ്ഞതേ കാശ് വേണ്ടെന്നാ, അവർക്ക് കാശിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഹരി പോക്സോ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളവനല്ല, അതുകൊണ്ട് അവർ ആ സത്യം കോടതിയിൽ തുറന്നു പറഞ്ഞോളാം. എന്നിട്ട് ആ കാശ് കൊണ്ട് അമ്മയെ ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുത്ത് അമ്മയുടെ പാവങ്ങൾ തീർക്കാനാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമലൊന്നും മിണ്ടാതെ നിൽക്കുകയാണേ. ഹോ, സമാധാനമായി, അപ്പോൾ പോക്സോ കേസിൽ നിന്ന് ഒഴിവാക്കി കിട്ടുമല്ലേ? അതേച്ചാ അവരങ്ങനെ പറഞ്ഞത്, പോക്സോ കേസിൽ നിന്ന് അവർ ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല, പോലീസുകാരായിട്ട് എഴുതി ചേർത്താണെന്നാണ് അവർ പറഞ്ഞത്, അത് മാറ്റിത്തരാമെന്ന് അവർ പറഞ്ഞു. ഓ, സമാധാനമായി, അങ്ങനെയാണെങ്കിൽ ശിക്ഷയുടെ കാലാവധി ഒന്ന് കുറച്ച് കിട്ടുമല്ലോ, സമാധാനമായി എന്നും പറഞ്ഞുകൊണ്ട് ശിവനും അതുപോലെ തന്നെ മനുവൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. കമല ആണെങ്കിൽ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം കമല അവിടെ ചെന്നപ്പോൾ അവർ മോശമായിട്ട് പെരുമാറിയല്ലോ, അതും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ചെറുക്കനുണ്ട്, അവൻ എന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയോ? ശരണ്യാണെങ്കിലോ അങ്ങ് നിൽക്കുമല്ലായിരുന്നോ എന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ. അപ്പോൾ മനു ചോദിക്കുകയാണ്, അല്ലമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്കും ഇവിടെ ഒരു അനിയത്തി ഉണ്ടല്ലോ, അവൾക്ക് രഞ്ജു ആണെങ്കിൽ സംഭവിച്ചെങ്കിലോ? അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അവരിങ്ങനെ പറയാൻ വന്നെങ്കിൽ അമ്മ സമ്മതിക്കായിരുന്നോ? അമ്മയുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നേനെ? അമ്മ അവരെ അടിച്ചോടിക്കില്ലേ? ഇങ്ങനെ വല്ല ആയിരിക്കുമായിരുന്നോ അമ്മയുടെ പ്രതികരണം? അവർ നല്ല മനുഷ്യരായതുകൊണ്ടാണ് അമ്മയോട് അങ്ങനെ പെരുമാറിയത്, അല്ലെങ്കിലേ അമ്മേനെ പെരക്കത്തിട്ട് കത്തിച്ചേനെ. പേടിച്ചാ ഞാനവിടെ നിന്നത്, അമ്മയ്ക്കറിയോ? ഓരോ മിനിറ്റ് കഴിയുമ്പോഴും ഞാൻ ഡ്രൈവറെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിയാനായിട്ട്. അതുപോലെ ഞാൻ പേടിച്ച് നിൽക്കുമായിരുന്നു. അവരൊക്കെ പാവങ്ങളായോണ്ടാ അങ്ങനെ. അമ്മേനെ പോലുള്ള സ്വഭാവക്കാരൊക്കെ ആയിരുന്നെങ്കിലേ പിന്നെ തിരിച്ചു വരുമ്പം അമ്മയുടെ പൊടി പോലും കാണില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് മനു കമലയോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഇതുപോലുള്ള സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.